നിലമ്പൂരിൽ നിന്ന് IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങിയിരിക്കുന്നു. കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് കീഴടങ്ങിയത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ സംഭവം ഉണ്ടായി IB ഉദ്യോഗസ്ഥരുടെ മരണത്തിനു ശേഷം ഇത്രയും ദിവസം പുറത്തേക്ക് വരാതെ നിന്ന സുഗാന്ത് സുരേഷ് കോടതിയും കൈവിട്ടതോടുകൂടി കീഴടങ്ങാൻ നിർബന്ധിതനാകുന്നു. എപ്പോഴാണ് കീഴടങ്ങിയത്? എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങളോട് നടത്തിയോ? മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നോ ഇയാൾ സ്റ്റേഷനിലെത്തിയത്? സുശാന്ത് സുരേഷ് കീഴടങ്ങി എന്നാണ് വാർത്തകൾ വരുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന സൂചനയാണ്. അതേസമയം മന്ത്രി PI ആ കാര്യം നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഡിലേ ചെയ്യുന്നുണ്ട്. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ACP ജയകുമാർ സാറും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും സുശാന്ത് സുരേഷ് ജാമ്യം മുൻകൂർ സാഹചര്യത്തിലാണ് ഇത് കീഴടങ്ങൽ. ഇനി അടുത്ത നടപടി കീഴടങ്ങൽ മാത്രമാണ്. മുൻകൂർ ജാമ്യമില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. അതേസമയം പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അച്ഛൻ മാത്രമെന്നായിരുന്നു കോടതി നിരീക്ഷണം. അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്തിട്ടുണ്ട്. പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി യുവതിയെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വാട്സ്ആപ്പ് ചാറ്റുകൾ തെളിവുണ്ടെന്നും ഹൈക്കോടതി കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ സുഗാന്തിന് കീഴടങ്ങിയെ പറ്റൂ എന്നുള്ള അല്ലെങ്കിൽ കീഴടങ്ങാൻ നിവൃത്തിയില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ നിലവിൽ സുഗാന്ത് സുരേഷ് കീഴടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും പോലീസ് അത് നിഷേധിക്കുന്നുണ്ട്. അതായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ CI കീഴടങ്ങൽ ഉണ്ടായിട്ടില്ല, അത് നിഷേധിക്കുകയാണ്. അതുപോലെ ACPയും ആ കാര്യം നിഷേധിക്കുകയാണ് നിലവിൽ. അപർണ, IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഗാന്ത് സുരേഷ് കീഴടങ്ങി എന്നുള്ള ഒരു വാർത്ത ആണ് ഇപ്പോൾ വരുന്നത്. കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ കീഴടങ്ങി. ഇപ്പോൾ അത് CI നിഷേധിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടിയാണ് ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് നൽകുന്നത്. വിവരം ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത കൂടിയാണ്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. സാമ്പത്തികമായി കൂടി ചൂഷണം ചെയ്തു IB ഉദ്യോഗസ്ഥയെ സുഗാന്ത് എന്നുള്ളൊരു പ്രോസിക്യൂഷന്റെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആ നിലപാടിലേക്ക് പോയത്. അപ്പോഴാണ് പ്രതി സുഗാന്ത് സുരേഷ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതായിട്ടുള്ള വാർത്ത വരുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വൃത്തങ്ങൾ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുകൂടി ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു.